Hello everyone. In our today's lecture, we are going to discuss about the second normal form. Okay. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ നോർമലൈസേഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോർമൽ ഫോംസ് ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് നോർമൽ ഫോമിലുള്ള റിലേഷൻസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാണ്. സെക്കൻഡ് നോർമൽ ഫോം, അതായത് 2NF എന്നാണ് നമ്മളിത് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഒരു റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിലാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കതെങ്ങനെയാന്ന് നോക്കാം. സോ നമ്മൾ ഒരു റിലേഷൻ തരുന്ന സമയത്ത് അത് 2NFലാണോ, അതായത് സെക്കൻഡ് നോർമൽ ഫോമിലുള്ളതാണോ ആ ടേബിൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കണ്ടീഷൻസ് ആണ് മെയിൻ ആയിട്ടും ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ എ റിലേഷൻ ഈസ് സെഡ് ടു ബി ഇൻ 2NF if it satisfies two conditions. The first condition is that the table must be in first normal form. Already ആ ടേബിൾ ഫസ്റ്റ് നോർമൽ ഫോമിൽ ആയിരിക്കണം. ഫസ്റ്റ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്ന്, ഓരോ സെല്ലും ആറ്റോമിക് വാല്യൂസ് ആയിരിക്കണം. ഓരോ കോളംസിനും യുണീക് നെയിം ഉണ്ടാവണം. പിന്നെ ഓർഡർ ഓഫ് ദി കോളംസ്, അത് ഒരു കോളം അല്ലെങ്കിൽ റോസ് എന്നുള്ളത് ഒരു പ്രശ്നമാവരുത്. അങ്ങനെയുള്ള കണ്ടീഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്, അല്ലെ? ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, there should not be any partial dependency in the relation. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കൊരു റിലേഷനും ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തന്നിട്ട് അവരത് സെക്കൻഡ് നോർമൽ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് അത് ഫസ്റ്റ് നോർമൽ ഫോമിലാണോ എന്ന് വെരിഫൈ ചെയ്യുക. സെക്കൻഡ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ തന്നിരിക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ പാർഷ്യൽ ഡിപ്പെൻഡൻസി? We can say it like this: if the proper subset of any candidate key of a relation determines any non-prime attribute, then such functional dependency is known as partial dependency. Okay, അപ്പോൾ നമുക്ക് സെക്കൻഡ് നോർമൽ ഫോമിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. സോ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ടേബിളിന്റെ കാൻഡിഡേറ്റ് കീസ് കണ്ടുപിടിക്കാൻ അറിയാലോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ കാൻഡിഡേറ്റ് കീസ് കണ്ടുപിടിക്കുക. ആ കാൻഡിഡേറ്റ് കീസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് എടുക്കുക. ആ പ്രോപ്പർ സബ്സെറ്റ് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ ഏതെങ്കിലും ഡിപ്പെൻഡൻസിയിൽ അത് വരുന്നുണ്ടോ, വരുമ്പോൾ തന്നെ അത് നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് 2NFൽ ആയിരിക്കില്ല എന്നാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള റിലേഷൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. R എന്ന് പറയുന്ന ഒരു റിലേഷൻ. ഇതിൽ 6 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, A, B, C, D, E and F. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് A ഡിറ്റർമൈൻസ് B, ഡിറ്റർമൈൻസ് ആണ് കേട്ടോ, A ഡിറ്റർമൈൻസ് B, B ഡിറ്റർമൈൻസ് C, C ഡിറ്റർമൈൻസ് D and D ഡിറ്റർമൈൻസ് E. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ശരിയാക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേബിള് സെക്കൻഡ് റിലേഷൻ നോർമൽ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താ പറഞ്ഞത്, നമ്മൾ 1NF ആണോ എന്ന് നോക്കണം. നോർമലി നമ്മുടെ ടേബിൾസ് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ് മെയിൻ ആയിട്ടും ചെക്ക് ചെയ്യേണ്ടത്. സോ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്താന്നുള്ള കോൺസെപ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തായാലും കാൻഡിഡേറ്റ് കീസ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, തന്നിരിക്കുന്ന റിലേഷനിലെ എല്ലാ ആട്രിബ്യൂട്ട്സും എടുത്ത് എഴുതുക സൂപ്പർ കീ ആയിട്ട്. ഒരു സൂപ്പർ കീ നമുക്ക് അതിൽ കിട്ടും. അതിന്റെ ക്ലോഷർ എടുത്തിട്ട് നമ്മൾ മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും മിനിമൈസ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? A, B, C, D, E and F. റൈറ്റ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും നമ്മുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് A ഡിറ്റർമൈൻസ് B ഉണ്ട്. സോ B നമുക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. A, B പോയി, C, D, E and F കിട്ടും. ഓക്കെ, ഇനിയോ A ഡിറ്റർമൈൻസ് B and B ഡിറ്റർമൈൻസ് C. then C determines D and D determines E. അപ്പൊ എനിക്ക് ഇതെല്ലാം എലിമിനേറ്റ് ചെയ്തൂടെ? സോ ഫൈനലി എല്ലാം എലിമിനേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും? A and
എഫ്. ഫർദർ ഇതിനെ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് എയും എഫും വേറെ ഒന്നും അവിടെ ഡിറ്റർമൈൻ ചെയ്തില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. എക്ക് എ മാത്രമേ ഉള്ളൂ, എഫിന് എഫ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഫോം. സോ വി ക്യാൻ സേ ദാറ്റ് this is a super key and we need to find whether it is a candidate key. ഈ AF എന്നുള്ളത് ഒരു സൂപ്പർ കീ ആണ്. This is a super key. Now we need to check whether it is a candidate key. അതിന് നമ്മൾ എന്താ ചെയ്യുക? AF എടുക്കുക, അതിനെ പ്രോപ്പർ സബ്സെറ്റ് ആക്കി മാറ്റുക. അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് ഏതൊക്കെയാ അപ്പോൾ വരിക? A and F. ഇനി എന്ത് ചെയ്യണം? എയുടെ എഫിന്റെയും ക്ലോഷർ എടുക്കണം. അത് എന്റെ ടേബിളിനെ, അത് സൂപ്പർ കീ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് എന്റെ ടേബിളിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെ സൂപ്പർ കീ അല്ലെങ്കിൽ ഇത് ഡെഫിനറ്റ് ആയിട്ടും കാൻഡിഡേറ്റ് കീ ആണ്. നിങ്ങൾക്ക് കാൻഡിഡേറ്റ് കീ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ് കീയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതും കൂടി ഇപ്പൊ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ വലുതായി പോകും വീഡിയോ, അതുകൊണ്ടാണ്. സോ അതിൽ പോയി കാൻഡിഡേറ്റ് കീ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് കറക്റ്റാക്കി മനസ്സിലാക്കിയിട്ട് ഇത് നോക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ, അറിയാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേഗം ചെയ്തു പോവാം. സോ നമ്മളിവിടെ ഇതിന്റെ സബ്സെറ്റ് എടുത്തു. ഇനി നമുക്ക് ഈ എ സൂപ്പർ കീ ആണോ എഫ് സൂപ്പർ കീ ആണോ എന്ന് അറിയണം. എയുടെ ക്ലോഷർ എടുത്താൽ എ സൂപ്പർ കീ ആണോ എന്ന് അറിയാലോ. സോ എ ക്ലോഷർ ഈസ് ഈക്വൽ ടു എന്തൊക്കെ വരും? എ വരും, എ ഡിറ്റർമൈൻസ് ബി, ബി ഡിറ്റർമൈൻസ് സി, സി ഡിറ്റർമൈൻസ് ഡി ആൻഡ് ഡി ഡിറ്റർമൈൻസ് സി. ബട്ട് എഫ് അവിടെ ഇല്ല. ദെയർഫോർ എ എന്ന് പറയുന്നത് സൂപ്പർ കീ അല്ല. ആൻഡ് എഫ് എടുക്കുന്ന സമയത്ത് ഈ ഫംഗ്ഷണൽ ഡിപെൻഡൻസി വെച്ച് എഫിനെ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ എഫിന്റെ ക്ലോഷർ എന്ന് പറയുന്നത് വിൽ ബി F only. So ഇത് രണ്ടും സൂപ്പർ കീസ് അല്ല. Hence AF is a, therefore AF is a candidate key. അപ്പൊ നമുക്ക് ഒരു കാൻഡിഡേറ്റ് കീ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റൂള് പ്രകാരം പ്രൈം ആട്രിബ്യൂട്ട്സ് എഴുതണം. പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രൈം ആട്രിബ്യൂട്ട്സ് മീൻസ് നമ്മുടെ കാൻഡിഡേറ്റ് കീസിൽ വരുന്ന ആട്രിബ്യൂട്ട്സ്. അപ്പൊ ഇവിടെ എ കോമ എഫ് ആണ് പ്രൈം ആട്രിബ്യൂട്ട്സ്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനിയും കാൻഡിഡേറ്റ് കീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പ്രൈം ആട്രിബ്യൂട്ടിൽ ഏതെങ്കിലും ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം ഈ ഡിപെൻഡൻസിയിൽ. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് എ എടുക്കാം. എ ഇംപ്ലൈസ് ബി, റൈറ്റിലില്ല. ബി ടെൻഡ്സ് ടു സി, ഇവിടെ റൈറ്റിലില്ല. സി ഇംപ്ലൈസ് ഡി, ഇവിടെ ഇല്ല. ഡി ഇംപ്ലൈസ് സി ഇല്ല. സോ എ റൈറ്റ് സൈഡിൽ എവിടെയും വരുന്നില്ല. ദെൻ അടുത്തത് എന്താണ്? എഫ്. എഫ് എന്ന് പറയുന്നത് ഇവിടെ എവിടെയും റൈറ്റ് സൈഡിൽ വരുന്നില്ല. സോ ഇനി കാൻഡിഡേറ്റ് കീസ് ഇല്ല. ദെയർഫോർ ഈ എഫ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് കീയെ നമ്മുടെ ഈ ടേബിളിലുള്ളൂ. ഇപ്പൊ നമ്മുടെ കാൻഡിഡേറ്റ് കീയുടെ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? പാർഷ്യൽ ഡിപെൻഡൻസി. സോ പാർഷ്യൽ ഡിപെൻഡൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. പാർഷ്യൽ ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? ഈ കാൻഡിഡേറ്റ് കീയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റും ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പാടില്ല. അതെന്താന്ന് നോക്കാം. ഇവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്തായിരിക്കും? പ്രൈം ആട്രിബ്യൂട്ട് അല്ലാത്ത ബാക്കിയെല്ലാം. സോ നോൺ പ്രൈം ആട്രിബ്യൂട്ട് വിൽ ബി എ യു എഫ് ആണ് പ്രൈം ആട്രിബ്യൂട്ട്. സോ ബി സി ഡി ഇ, ക്യാപിറ്റൽ ആയതുകൊണ്ട് ക്യാപിറ്റലിൽ തന്നെ എഴുതാം. ബി സി ഡി ഇ, ഇത്രയാണ് നമ്മുടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ പ്രൈം ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, അതായത് എ എഫ്, നമുക്കിവിടെ ഇത് രണ്ടും ഉള്ളൂ. സോ നമ്മുടെ കാൻഡിഡേറ്റ് കീ എന്തായിരുന്നു? എ എഫ് അല്ലെ. ഈ എ എഫിന്റെ പ്രോപ്പർ സബ്സെറ്റ് ഇതിലെ ഒരു ആട്രിബ്യൂട്ടിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. അതായത് ഇതിൽ നിന്ന് ഇതിലേക്ക് ഒരു ഡിപെൻഡൻസി വരാൻ പാടില്ല. കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരാം. ഇതിന്റെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ആൻഡ് എഫ് അല്ലേ. സോ നമ്മൾ നോക്കുക, എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇതിലെ ഏതെങ്കിലും ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ? യെസ്, എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ പാർഷ്യൽ ഡിപെൻഡൻസി. ഓക്കെ. ഇനി നമ്മൾ എഫ് എടുത്താൽ എഫ് ഇവിടെ ഒന്നുമില്ല, പക്ഷെ എഫിന്റെ കാര്യം നമുക്ക് വിടാം. പക്ഷെ എ എന്ന് പറയുന്നത് ഇവിടെ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. സോ ദിസ് റിലേഷൻ ഹാസ് പാർഷ്യൽ ഡിപെൻഡൻസി. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ദിസ് റിലേഷൻ ഈസ് നോട്ട് ഇൻ സെക്കൻഡ് നോർമൽ ഫോം. ക്ലിയർ?
അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കാൻഡിഡേറ്റ് കീ ഐഡന്റിഫൈ ചെയ്യുക, പ്രൈം ആട്രിബ്യൂട്ട്സിനെയും ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇനി കാൻഡിഡേറ്റ് കീസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ എല്ലാ കാൻഡിഡേറ്റ് കീസിനെ ഐഡന്റിഫൈ ചെയ്ത ശേഷം നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എടുത്തെഴുതുക, അതായത് പ്രൈം ആട്രിബ്യൂട്ട് അല്ലാത്തത്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ് കീയിൽ വരാത്ത ആട്രിബ്യൂട്ട്സ് എടുത്തെഴുതുക. അതിനുശേഷം നമ്മുടെ കാൻഡിഡേറ്റ് കീസ് ഉണ്ടല്ലോ, അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് നോക്കുക. ആ സബ്സെറ്റിൽ ഉള്ള മെമ്പേഴ്സ് ഏതെങ്കിലും നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ ഈ നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കാണിച്ചിട്ടുണ്ടോന്ന്, ഏതെങ്കിലും നോൺ പ്രൈം ആട്രിബ്യൂട്ടും നമ്മുടെ കാൻഡിഡേറ്റ് കീയുടെ ഏതെങ്കിലും പ്രോപ്പർ സബ്സെറ്റും തമ്മിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണെന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ടേബിള് സെക്കൻഡ് നോർമൽ ഫോമിൽ ആയിരിക്കില്ല. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഞാൻ ഇവിടെ പുതിയൊരു ടേബിൾ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ എക്സാമ്പിളിന്. അതിൽ 4 ആട്രിബ്യൂട്ട്സ് ഉള്ളൂ, എ ബി സി ഡി. പിന്നെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത് എ ബി ഡിറ്റർമൈൻസ് സി ഡി, സി ഡിറ്റർമൈൻസ് എ ആൻഡ് ഡി ഡിറ്റർമൈൻസ് ബി. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? എ ബി സി ഡി എന്നുള്ള സൂപ്പർ കീ നമ്മൾ എടുത്തു, അതിന്റെ ക്ലോഷർ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എ ബി സി ഡി തന്നെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ബി സി ഡിയിൽ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. സോ എ ബി ഡിറ്റർമൈൻസ് സി ഡി, ദെയർഫോർ നമുക്ക് ഇവിടെ സി ഡി എന്നുള്ളത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എ ബി എന്തെങ്കിലും മാറ്റാനായിട്ട് പറ്റുമോ? പറ്റില്ല. സോ എ ബി എന്നുള്ളതായിരിക്കും നമുക്ക് ഇവിടെ എഴുതേണ്ടത് അല്ലേ? സോ നമ്മൾ എ ബി എന്നുള്ള കീ എഴുതി. സോ ഇപ്പൊ നമുക്ക് ഒരു സൂപ്പർ കീയുടെ കിട്ടി എ ബി. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഈ എ ബി എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ കാൻഡിഡേറ്റ് കീ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? എ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് എടുക്കുക, ആ പ്രോപ്പർ സബ്സെറ്റിന്റെ ക്ലോഷർ എടുത്ത് നോക്കുക. അപ്പൊ ഏതെങ്കിലും സൂപ്പർ കീ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിസ്കാർഡ് ചെയ്യാം. ദാറ്റ് മീൻസ് അത് നമ്മുടെ കാൻഡിഡേറ്റ് കീ അല്ല എന്ന്. അപ്പൊ ഇവിടെ പ്രോപ്പർ സബ്സെറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക? എയും അതുപോലെ തന്നെ ബിയും അല്ലേ? സോ എ ബി ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ ക്ലോഷർ എടുത്തു നോക്കണം, ബി ക്ലോഷറും എടുത്തു നോക്കണം. സോ ഫസ്റ്റ് നമുക്ക് എ ക്ലോഷർ എടുത്തു നോക്കാം, അത് സൂപ്പർ കീ ആണോ എന്ന്. സോ എ ക്ലോഷർ എടുക്കുമ്പോൾ എന്താ കിട്ടുക? സോ ഇവിടെ നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എടുക്കുമ്പോൾ എയും ബിയും ആണ് നമുക്ക് കിട്ടിയത്. എ ക്ലോഷർ എടുത്താൽ എ മാത്രമേ കിട്ടുള്ളൂ, അതുപോലെ ബി ക്ലോഷർ എടുത്താൽ ബി മാത്രമേ കിട്ടുള്ളൂ. ബിക്കോസ് എ ആൻഡ് ബി ജോയിൻ ചെയ്തിട്ടാണ് സി ഡിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എ ഒന്നിനെയും ബി ഒന്നിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് രണ്ടും super keys alla, therefore we can say that, which means AB is a candidate key. Clear? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? പ്രൈം ആട്രിബ്യൂട്ട്സ് ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി. ഇത് റൈറ്റ് സൈഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. റൈറ്റ് സൈഡിൽ വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇനിയും കാൻഡിഡേറ്റ് കീസ് ഉണ്ടെന്നല്ലേ അർത്ഥം. സോ എയും ബി ഇവിടെ വരുന്നുണ്ടോ നോക്കാം. യെസ്, എ ഇവിടെ വരുന്നുണ്ട്, ബി ഇവിടെ വരുന്നുണ്ട്. therefore we need to check for the other candidate keys. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? എയ്ക്കും ബിക്കും പകരമുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ എ ബി നമ്മൾ എടുത്തു. എ ബി എന്നുള്ളതിൽ നമ്മൾ എക്ക് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സി ബി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സി ബി എന്നുള്ളത് കാൻഡിഡേറ്റ് കീ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്ലോഷർ എടുത്ത് നോക്കുക, സി ക്ലോഷർ എടുത്ത് നോക്കണം. അതുപോലെ തന്നെ ബി ക്ലോഷർ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി സി ക്ലോഷർ മാത്രം കണ്ടുപിടിച്ചാൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു സി ആൻഡ് എ. സോ സി എന്നുള്ളത് എ മാത്രമേ ഡിറ്റർമൈൻ ചെയ്യുള്ളൂ, ഇതെന്ന് പറയുന്നത് വേറെയല്ല. സോ നമുക്ക് പറയാം സി ബി എന്ന് പറയുന്നതും കാൻഡിഡേറ്റ് കീ ആണ്, വിച്ച് ഇംപ്ലൈസ് സി ബി ഈസ് എ കാൻഡിഡേറ്റ് കീ. ഓക്കെ, സോ നമുക്ക് പ്രൈം ആട്രിബ്യൂട്ട് ആയിട്ട് എന്തുകൂടി വന്നു? സി കൂടെ വന്നു. ക്ലിയർ? സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത പ്രൈം ആട്രിബ്യൂട്ട് ഇവിടെ പ്രസന്റ് ആണെന്ന് നോക്കണം. എയും ബി ഉണ്ടായിരുന്നു. സോ ബിക്ക് നമ്മളിവിടെ ബിക്ക് പകരം എന്ത് ചെയ്യണം? ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. സോ വി നീഡ് ടു ചെക്ക് എ ഡി. എ ഡി എന്ന് പറയുന്നതിന്റെ സബ്സെറ്റ് എടുത്ത് നോക്കുക. സബ്സെറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് എടുക്കുന്ന സമയത്ത് സൂപ്പർ കീ ആണെന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. സോ നമ്മളിവിടെ എ ക്ലോഷറും ഡി ക്ലോഷറും എടുത്തു. എ ക്ലോഷറും ഡി ക്ലോഷറും എടുത്തപ്പോഴും നമുക്ക് സൂപ്പർ കീ അല്ല. സോ എ ഡി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീ ആണ്. അപ്പൊ നമ്മുടെ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്?
ഈ റിലേഷനിൽ നമുക്ക് എല്ലാ ആട്രിബ്യൂട്ട്സും പ്രൈം ആട്രിബ്യൂട്ട് ആയിട്ട് കിട്ടി. therefore നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഇല്ല. അപ്പൊ നമ്മൾ so here we got the prime attributes as a b c d. a b c d ഇപ്പൊ നമുക്ക് പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വേറെ കാൻഡിഡേറ്റ് കീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതെങ്കിലും നമ്മുടെ ഫംഗ്ഷണൽ ഡിപെൻഡൻസിയുടെ റൈറ്റ് സൈഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എ ബി സി ഡി. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ സി ഡി വരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ റൂൾ വെച്ചിട്ട് എ ബി ഡിറ്റർമൈൻസ് സി ആൻഡ് എ ബി ഡിറ്റർമൈൻസ് ഡി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ സിയും ഡിയും റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് സി ആൻഡ് ഡി വിത്ത് എ ബി. പക്ഷെ നമ്മൾ ഓൾറെഡി ഇവിടെ എ ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു, എ ബി സി ബി ആൻഡ് എ ഡി ആണ്. അതുപോലെ തന്നെ എ ബി സി ഡി ആണ് പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ഹിയർ ദർ ഈസ് നോ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ബിക്കോസ് നമ്മുടെ ടേബിളിൽ ആകെ 4 ആട്രിബ്യൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, എ ബി സി ഡി. അതുകൊണ്ട് അതേ ആട്രിബ്യൂട്ട്സ് തന്നെ നമുക്ക് പ്രൈം ആയിട്ടും കിട്ടി. therefore there is no നോൺ പ്രൈം ആട്രിബ്യൂട്ട്. എല്ലാ ആട്രിബ്യൂട്ടും ഇവിടെ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷനിലെ എല്ലാ ആട്രിബ്യൂട്ട്സും പ്രൈം ആട്രിബ്യൂട്ട് ആയിട്ട് കിട്ടിയാൽ there will not be any partial dependencies. ആ ടേബിളിൽ പാർഷ്യൽ ഡിപെൻഡൻസി ഉണ്ടാവത്തില്ല. ആ ടേബിള് ഡെഫിനിറ്റ് ആയിട്ടും സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കും. അപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് പോലെയാണ്, നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഓക്കെ, സപ്പോസ് നിങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് ടേബിളിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് പ്രൈം ആട്രിബ്യൂട്ട് സെറ്റിൽ കിട്ടുകയാണെങ്കിൽ അവിടെ പാർഷ്യൽ ഡിപെൻഡൻസി ഉണ്ടാവത്തില്ല. ആ ടേബിൾ ഡെഫിനിറ്റ് ആയിട്ടും സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന് നിങ്ങൾക്ക് പറയാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. അതിൽ വേറൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞുതരാം, ഒരു ചെറിയ ട്രിക്കും കൂടി. ഇവിടെ ഇപ്പൊ ഞാൻ ഒരു റിലേഷൻ എടുത്തിട്ടുണ്ട്, എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 ആട്രിബ്യൂട്ട് ആണുള്ളത്. അതിൽ തന്നെ എ ഇംപ്ലൈസ് ബി, ബി ഇംപ്ലൈസ് സി, സി ഇംപ്ലൈസ് ഡി എന്ന് പറഞ്ഞിട്ട് 3 ഫംഗ്ഷണൽ ഡിപെൻഡൻസീസും ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഇത് ഏത് നോർമൽ ഫോമിലാണെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന് നോക്കാനായിട്ട് പോവാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കണം. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ആട്രിബ്യൂട്ട് സെറ്റും എടുത്തെഴുതുക. സോ ഇവിടെ നമുക്കുള്ള ആട്രിബ്യൂട്ട്സ് എ ബി സി ഡി ആണ്. അതിന്റെ ക്ലോഷർ എടുത്താൽ വി വിൽ ഗെറ്റ് സെയിം എ ബി സി ഡി. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം ഈ ഫംഗ്ഷണൽ ഡിപെൻഡൻസി വെച്ചിട്ട്. സോ ഇവിടെ എ ഇംപ്ലൈസ് ബി, ബി ഇംപ്ലൈസ് സി ആൻഡ് സി ഇംപ്ലൈസ് ഡി. therefore നമുക്ക് എല്ലാം ഡിസ്കാർഡ് ചെയ്ത് ഫൈനലി എ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എ സൂപ്പർ കീ ആണെന്ന് ചെക്ക് ചെയ്യണം. സോ വി നീഡ് ടു ചെക്ക് എ ക്ലോഷർ. എ ക്ലോഷർ എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് എ ബി സി ഡി. അപ്പൊ ഇത് എ എന്ന് പറയുന്നത് സൂപ്പർ കീ ആണ് അല്ലെ. എ എന്ന് പറയുന്നത് ഇപ്പോ കാൻഡിഡേറ്റ് കീയും ആണ്. എങ്ങനെ കാൻഡിഡേറ്റ് കീ എന്ന് പറയാം, ബിക്കോസ് എയുടെ പ്രോപ്പർ സബ്സെറ്റ് എടുക്കുന്ന സമയത്ത് സൂപ്പർ കീ ഉണ്ടാവാൻ പാടില്ല എന്നാ പറയുന്നത്. ഇവിടെ എയുടെ പ്രോപ്പർ സബ്സെറ്റ് എടുത്താൽ എന്താ നമുക്ക് കിട്ടുക, എം ടി സെറ്റാ കിട്ടുക. എപ്പോഴും ഓർത്തോളുക, ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണ് നമ്മുടെ കീ ആയിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണ് നമ്മുടെ സെറ്റിലുള്ളത് എങ്കിൽ അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എം ടി സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാനില്ല, അല്ലെങ്കിൽ എയുടെ എം ടി സെറ്റ് ആണ് അതെന്ന് പറയുന്നത് സൂപ്പർ കീ അല്ല. therefore എ ഈസ് കാൻഡിഡേറ്റ് കീ. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, വേറെ കാൻഡിഡേറ്റ് കീസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. എങ്ങനെ നോക്കും, പ്രൈം ആട്രിബ്യൂട്ട് റൈറ്റ് സൈഡിൽ പ്രസന്റ് ആയിട്ടുണ്ടോ. ഇവിടെ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്, എ ആണ്. സോ എ എടുത്തു, എ റൈറ്റ് സൈഡിൽ പ്രസന്റ് ആണോ നോക്കി, അല്ല. സോ there is no other candidate key. A is the only candidate key. Clear? Okay. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഏതെങ്കിലും പ്രോപ്പർ സബ്സെറ്റ്, നമ്മുടെ കാൻഡിഡേറ്റ് കീയുടെ പ്രോപ്പർ സബ്സെറ്റ് നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സോ വി നീഡ് ടു ചെക്ക് ദി പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. എയുടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ഉള്ളെങ്കിൽ അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് എം ടി ആയിരിക്കും. സോ അവിടെ പ്രോപ്പർ സബ്സെറ്റ് എന്നൊരു കേസേ വരുന്നില്ല. അപ്പോ അവിടെ
ഒരു പ്രോപ്പർ സബ്സെറ്റും നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുമില്ല. Therefore this relation is in second normal form. Clear? സോ ഞാൻ ആ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങൾ ഒരു ടേബിളിന്റെ കാൻഡിഡേറ്റ് കീസിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണെങ്കിൽ, സപ്പോസ് എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം, അങ്ങനെ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആണെങ്കിൽ അതിന് പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ടേബിൾ എന്തായാലും 2NF ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കാൻഡിഡേറ്റ് കീസ് സിംഗിൾ ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ there will not be any proper set. Therefore partial dependency will not exist. Hence we can say that the relation will be in second normal form. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഫസ്റ്റ് നമ്മൾ എല്ലാ ആട്രിബ്യൂട്ടും സൂപ്പർ കീ ഒരെണ്ണം നമുക്ക് കിട്ടണമല്ലോ. അപ്പൊ എല്ലാ ആട്രിബ്യൂട്ടും എടുത്ത് എഴുതുക. അതിൽ നിന്ന് ഫങ്ഷണൽ ഡിപെൻഡൻസി വെച്ചിട്ട് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്കാർഡ് ചെയ്യുക. എന്നിട്ട് കാൻഡിഡേറ്റ് കീ ഐഡന്റിഫൈ ചെയ്യുക. പ്രൈം ആട്രിബ്യൂട്ട്സ് ഡിറ്റർമൈൻ ചെയ്യുക. പ്രൈം ആട്രിബ്യൂട്ട്സ് നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷണൽ ഡിപെൻഡൻസീസിന്റെ റൈറ്റ് സൈഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ there will be more than one കാൻഡിഡേറ്റ് കീ എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ആ വന്നിട്ടുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാൻഡിഡേറ്റ് കീസിനെയും കൂടി നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ കാൻഡിഡേറ്റ് കീസ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിനെ കാൻഡിഡേറ്റ് കീയുടെ പ്രോപ്പർ സബ്സെറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പാർഷ്യൽ ഡിപെൻഡൻസി എക്സിസ്റ്റിംഗ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ടേബിൾ ഡെഫിനറ്റ് ആയിട്ടും സെക്കൻഡ് നോർമൽ ഫോമിൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ പാർഷ്യൽ ഡിപെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് കീയുടെ പ്രോപ്പർ സബ്സെറ്റ് എടുക്കുക. ആ പ്രോപ്പർ സബ്സെറ്റും ഈ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സും തമ്മിൽ എന്തെങ്കിലും ഡിപെൻഡൻസി നമുക്ക് തന്നതിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിലാണ് പാർഷ്യൽ ഡിപെൻഡൻസി എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് പാർഷ്യൽ ഡിപെൻഡൻസിയുടെ കണ്ടീഷൻ കഴിഞ്ഞു. ഇനി രണ്ട് ട്രിക്സ് പറഞ്ഞത്, ഒന്ന് നമുക്ക് കിട്ടുന്ന കാൻഡിഡേറ്റ് കീ സിംഗിൾ ആട്രിബ്യൂട്ട് ആണെങ്കിൽ എ എന്ന് മാത്രം അല്ലെങ്കിൽ ബി എന്ന് മാത്രം, അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ആട്രിബ്യൂട്ട് മാത്രമുള്ളതാണെങ്കിൽ അവിടെ പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവില്ല. therefore പാർഷ്യൽ ഡിപെൻഡൻസി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഷുവർ ആയിട്ടും പറയാം ആ ടേബിൾ സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന്. ഇനി രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ കാൻഡിഡേറ്റ് കീസ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ പ്രൈം ആട്രിബ്യൂട്ട് സെറ്റ് എടുത്താൽ ആ ടേബിളിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ആ പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് വരത്തില്ല. അതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡിപെൻഡൻസി എന്നുള്ള കണ്ടീഷനും വരില്ല. അപ്പോഴും നിങ്ങളുടെ ടേബിള് സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന് നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേപ്പർ എടുക്കുക. ഈ ലെക്ചർ കേട്ടതിന് ശേഷം ഈ ടേബിൾസ് തന്നെ നിങ്ങൾ കൊടുത്തു നോക്കിയിട്ട് ഇത് ചെയ്തിട്ട് ഇതേ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഫോർത്ത് മൊഡ്യൂളിന്റെ കോൺസെപ്റ്റ് കാണുന്ന സമയത്ത് ഫസ്റ്റ് ടൈം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും. പക്ഷെ ഭയങ്കര ഈസിയാണ്. ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്സ് അതിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ സ്റ്റെപ്സും കാര്യങ്ങളും ഒന്ന് ഫോളോ ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് നോർമൽ ഫോം പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കേസിൽ ഞാൻ ഫൈനൽ റിസൾട്ടൂടെ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് നോർമൽ ഫോം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. നല്ല സിമ്പിൾ ആണ് ശരിക്കും ഫോർത്ത് മൊഡ്യൂൾ. കോൺസെപ്റ്റ്സ് മാത്രം ക്ലിയർ ആയാൽ മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ആ കോൺസെപ്റ്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഓരോ എക്സാമ്പിൾ വെച്ചെങ്കിലും ചെയ്ത് നോക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.